അങ്ങനെ ഈ വർഷത്തെ ഉത്സവങ്ങളൊക്കെ എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞല്ലേ, ഇവിടെയും തുടങ്ങി. അപ്പം ഞാനൊരു 8 വർഷത്തിന് ശേഷമായിരിക്കും നമ്മളെ നാട്ടിൽ തിരക്ക് പോകുന്നത്. നുള്ളിക്കണ്ടി എന്നാ പറയാം. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോയിട്ടേ ഉണ്ടായില്ല, പോവാറില്ല. വീട്ടിൽ വരുത്തുണ്ട്. അപ്പം വീട്ടിൽ വരും, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ തിറയിലുള്ളടത്ത് പോവാറില്ല. അപ്പം ഇപ്രാവശ്യം എന്തായാലും പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ശിവനെ എപ്പോഴും പറയും, നീ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ എന്ന് പറയലുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം ആനകിയൊക്കെ ഉണ്ടായി, ശില്പ ഉണ്ടായി. അപ്പം നമ്മൾ എല്ലാവരും കൂടി ഇന്ന് രാത്രിയും നമ്മൾ ഈ പോകുന്ന ദിവസവും പിറ്റേ ദിവസമാണ് തിറ. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും കൂടി പോവാന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മേന് ഗുളിയും കറിയൊക്കെ കഴിഞ്ഞ് മെല്ലെ വരുള്ളൂ. അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ അടുത്ത് തന്നെ ഇരിക്കാൻ കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ടായി. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളെ കൊണ്ട് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് വന്ന ഉടനെ നമ്മൾ വേഗം വന്ന് സ്ഥലം പിടിച്ചു. 2 പിള്ളേരും കൂടിയതുകൊണ്ട് തന്നെ അടങ്ങിയിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആദ്യമേ 2 പാമ്പിനെ വാങ്ങിച്ചു കൊടുത്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് വെച്ചിട്ട് രണ്ടാളും കളിക്കാൻ തുടങ്ങി. ഈ ഉത്സവ പറമ്പുകളിലെല്ലാം വന്നാലാണല്ലേ നമുക്ക് മറ്റേ പാലൈസ് കിട്ടുക. പണ്ടത്തെ പാലൈസ് ഉണ്ടല്ലോ, അതിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാലാണ് കിട്ടുക. പണ്ടൊക്കെ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഓരോ ചേട്ടന്മാരെ കാണുമ്പോൾ അവർ ഇങ്ങനെ പറയും, ഐസ് വാങ്ങി തരുമെന്ന് പറയും. അങ്ങനെ ഒരു 10-15 ഐസൊക്കെ തിന്നിട്ട് അവിടുന്ന് മടങ്ങാം. അതൊക്കെ ഒരു ഓർമ്മ. അപ്പം ഇപ്രാവശ്യം ശിവനു പറഞ്ഞിട്ടുണ്ടായി, എന്തായാലും ഇവിടുന്ന് ഐസ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. നോക്കുമ്പോൾ അതേ ഐസിന് ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. നമ്മളെല്ലാവരും ഒരാൾ ഒരു 6 ഐസെങ്കിലും തിന്നിട്ടുണ്ടാവും. അതല്ല പ്രശ്നം, പിള്ളേരുണ്ടല്ലോ, അപ്പൊ പിള്ളേർക്ക് കൊടുക്കണമല്ലോ. അപ്പൊ ഇപ്രാവശ്യം ഏതിനും ഞാൻ അങ്ങനെ അധികം ഈ ഐസ്ക്രീം, അതേപോലെ അങ്ങനെ ഐസ് അങ്ങനെയുള്ളതൊന്നും അധികം കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ പിള്ളേർക്ക് എന്തായാലും വേണ്ട വരുമല്ലോ. അങ്ങനെ ഏതിനും തിന്നിട്ടുണ്ടാവും ഐസ്ക്രീം. നിങ്ങൾ ഈ കളിക്കുന്നത് കണ്ടോ, ഇത് എന്തോ സാധനം കൊണ്ടിങ്ങനെ മണ്ണും കുഴിച്ചു വെക്കുകയാണ്. അത് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിരുന്നു കുടിക്കുന്നുണ്ടെന്ന്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ദേഹത്തോട്ടല്ല ഈ മണ്ണ് കഴിക്കുന്നുണ്ടായി. അങ്ങനെ അവര് പറഞ്ഞവരാണ് നേരെ അപ്പുറത്തെ ഭാഗത്ത് പോയി കുഴിക്കാൻ തുടങ്ങിയതായിട്ടു. പിന്നെ അവിടെ വെച്ച പ്രസാദം ഉണ്ടല്ലോ, ദൈവത്തിന്റെ വെച്ച പ്രസാദമൊക്കെ ഇവര് രണ്ടാളും പോയി എടുത്ത് തിന്നുന്നുണ്ടായി. ഭാഗ്യത്തിന് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഒന്നും ആവിലും മലയോ അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ടായിരുന്നത്, അതൊക്കെ പോയി എടുത്ത് കഴിക്കുന്നുണ്ട് ഇവര്. അപ്പം ഇപ്രാവശ്യം ഈ കലശം വരവുണ്ടല്ലോ, അപ്പം അത് ഭയങ്കര കുറവായിരുന്നു. അത് കാണുന്നത് ഞാനിങ്ങനെ എന്തായാലും കണ്ടിട്ടേ പോകാവൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ 1 മണി 12:30 വരെ അങ്ങനെ നിന്നിട്ടുണ്ടായി. പക്ഷെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു ഈ ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതും പിന്നെ പിള്ളേരെ DJ ഡാൻസ് അത്ര മാത്രം. പക്ഷെ എന്നാലും ഇത് കാണുന്നൊരു ഭംഗിയല്ലേ അല്ലേ. ഭയങ്കര പൊടിയാന്നേ. ഈ പൊടിയും ഇത് കൂടാണ്ട് നമ്മളെ പടക്കം പൊട്ടിച്ചുകൊണ്ട് അതിൻ്റെ പൊടിയും എല്ലാം കൂടി എന്താ പറയണ്ടേ, ഈ പിള്ളേർക്ക് ഭയങ്കര അലർജി ആയി അങ്ങനെ ഏതെങ്കിലും ജലദോഷമൊക്കെ വന്നിട്ടുണ്ടായി. ഇത് കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റില്ലേ. ഇങ്ങനെ ഈ സമയത്ത് ഇതൊക്കെ കാണുന്നത് പിള്ളേർക്ക് ഭയങ്കര രസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് നേരം കൂടി നിൽക്കാമെന്ന് കരുതി. പിറ്റേ ദിവസവും നമ്മൾ പോയിട്ടുണ്ടായി. പക്ഷെ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. ഈ തിറയൊക്കെ ആസ്വദിക്കാനും അതേപോലെ ഇങ്ങനെ നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കുമ്പോൾ ആസ്വദിക്കാനും പറ്റില്ല. അങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ട് പിറ്റേ ദിവസം വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. അന്ന് പ്രസാദ സദ്യ കൂടി ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി അത് കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് മടങ്ങിയിട്ടുണ്ടായി. ഇപ്പം എല്ലായിടത്തും തെറ സീസൺ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ മുടങ്ങാതെ എല്ലായിടത്തും അണ്ടല്ലൂർ ജഗന്നാഥ ക്ഷേത്രം എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും പോയി കറങ്ങും. അപ്പം ഇത് കാവിലേക്ക് കയറിയിട്ടും പിന്നെ നമ്മൾ അവിടെ നിന്നിട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്.